ടേസ്റ്റ് ജോർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബോഗൻവില്ലയ്ക്ക് കൊമ്പ് പോകലും വളം ചേർക്കലൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫ്ലവർ വന്നതൊക്കെ ഉണങ്ങിയ ഫ്ലവറൊക്കെ നന്നായി വെട്ടിക്കൊടുക്കുക. കുറച്ച് നീണ്ടു നിൽക്കുന്ന കൊമ്പുകളൊക്കെ അതും വെട്ടിക്കൊടുക്കട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബും കൂടെ ചെയ്യണം കേട്ടോ. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചെയ്യലുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നല്ലോണം ഇതുപോലെ വെട്ടിക്കൊടുക്കുക. പിന്നെ ഉണങ്ങിയ പൂക്കളൊക്കെ വെട്ടിയാൽ ആ ഭാഗത്തൊക്കെ പിന്നെ ഫ്ലവർ വീണ്ടും വരും കേട്ടോ. വലിയ വലിയ പൂക്കളായിട്ട് വരുക. നമ്മൾ ഈ പൂക്കൾ ഉണങ്ങിയത് മരത്തിൽ നിർത്താൻ പാടില്ല. അത് നിർത്തിയാൽ പിന്നെ പൂവ് വരില്ല അവിടെ. ഇതാദ്യം വെട്ടി കൊടുത്തതിന് പൂവുണ്ട്, അതൊക്കെ അതിന് നന്നായി പൂവുണ്ട്. ഇതൊക്കെ ആദ്യം വെട്ടിയതിന് പൂ വന്നതൊക്കെ കേട്ടോ. പിന്നെ പൂ വെട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ പൂവ് പിന്നെയും വന്നത്. എല്ലാം അതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ പുല്ലുള്ളതൊക്കെ ഒന്ന് പറിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മുരട് ഭാഗം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. വേരിന് കേടുകളൊന്നും സംഭവിക്കാതെ നല്ല രൂപത്തിൽ പതുക്കെ ഇളക്കി കൊടുക്കട്ടെ. ഈ ചട്ടി കുറച്ചൊരു ഉറപ്പുണ്ട് മണ്ണ്, അത് നന്നായി ഒന്ന് ഇളക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുന്ന വളം ഇതാണ്, ആട്ടിൻ കാഷ്ടാണ്. അത് ട്രീറ്റ് ചെയ്ത് ഇത്ര ട്രീറ്റ് ചെയ്താണ് നമ്മൾ പൊടിച്ചെടുത്താണ്. നല്ല കറുത്ത പൊടിയായി കാണുന്നില്ല വീഡിയോയിൽ. ശരിക്കും സൂപ്പർ വളമാണ് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് പിന്നെ അതിൽ ചട്ടിയിലുള്ള മണ്ണും ആ വളം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണേ. എല്ലാറ്റിനും അതുപോലെ ഇട്ട് കൊടുക്കുന്നു. വളം ചേർത്തതിന് ശേഷം എല്ലാ ചട്ടിയിലെ മണ്ണും വളം കൂടെ ഒന്ന് നന്നായി യോജിപ്പിക്കണം, അത് മറക്കരുത്. പിന്നെ നല്ലോണം ശ്രദ്ധിക്കണം, വേരിന് കേടുകളൊന്നും സംഭവിക്കരുത് കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ വയനാട്ടിൽ നിന്ന് പോയപ്പോൾ കൊണ്ടുവന്നായിരുന്നു, ഒരു കൊമ്പ് കൊണ്ടുവന്ന് കുത്തിയായിരുന്നത് ഞാൻ കേട്ടോ. ഇതൊരു നല്ല വയലറ്റ് പൂവാണ്, പക്ഷെ ഇപ്പം പൂവില്ല. പിന്നെ എല്ലാറ്റിലും ഇതുപോലെ തന്നെ ട്രീറ്റ് ചെയ്ത് വെച്ച മണ്ണുണ്ടായിരുന്നു, മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. കുറേശ്ശെ മണ്ണ് കുറവുള്ളതിലൊക്കെ കുറേശ്ശെ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെയൊക്കെ മേലെ പൊത ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പൊത ഇട്ട് കൊടുത്ത് അതിന് ശേഷം നന്നായി നനച്ചെടുക്കുകയാണ്. പൂവിലൊക്കെ ഒന്ന് വെള്ളം കുടഞ്ഞ് കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഡ്രാഗന് വെയിലിൻ്റെ കടുപ്പം കൊണ്ടാണ് ഈ മഞ്ഞ കളർ കണ്ടില്ല. അപ്പോൾ അതിനിങ്ങനെ ഒന്ന് വെള്ളം അടിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ എല്ലാറ്റിനും ഇതാ നല്ലപോലെ നനച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വളം ചേർത്താൽ ഏത് വളമായാലും പിന്നെ 3 ദിവസം നന്നായി നനച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ചമ്മലും വളത്തിൻ്റെ മേലെയല്ല നമ്മൾ ചമ്മലിട്ടിട്ടുള്ളത്, അപ്പോൾ കുറച്ചൊരു നനവ് അതിൻ്റെ മേലെ കിട്ടും ചെയ്യും. നല്ല ചൂടാണ് ഇവിടെ മുറ്റത്ത്, അതുകൊണ്ടാണ് പുതട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.